ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കള്ളനോട്ട് സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിലായി. ഈരാറ്റുപേട്ട സ്വദേശികളായ അൽഷാം, അൻവർ ഷാ, ഫിറോസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ യുവാക്കൾ കള്ളനോട്ട് ശൃംഖലയുടെ ഭാഗമെന്നാണ് പോലീസിന്റെ നിഗമനം. നോട്ടിന്റെ ഉറവിടം സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. ഈരാറ്റുപേട്ട അരുവിത്തുറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ ഈ മാസം 1-ന് ബാങ്കിന്റെ CDMൽ നിന്ന് കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി K. കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഫിറോസാണ് CDMൽ കള്ളനോട്ടിട്ടതെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ 28,500 രൂപയുടെ കറൻസികൾക്കൊപ്പം 500 രൂപയുടെ 9 കള്ളനോട്ടുകൾ ചേർത്ത് CDMൽ ഇട്ടതായി സമ്മതിച്ചു. തന്റെ സുഹൃത്തായ ഈരാറ്റുപേട്ട സ്വദേശി അൻവർ ഷാ ഷാജിയാണ് കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞ് 500ന്റെ 9 കള്ളനോട്ടുകൾ നൽകിയതെന്നും ഇയാൾ മൊഴി നൽകി. തുടർന്ന് അൻവർ ഷായെയും പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അൽഷാം എന്നയാളാണ് തനിക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ 500 രൂപയുടെ 12 കള്ളനോട്ടുകൾ തന്നതെന്നായിരുന്നു മൊഴി. അൽഷാമിനെ പിടികൂടിയ ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2,24,000 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. എല്ലാം 500ന്റെ നോട്ടുകളാണ്. കേസിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിനു വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയതായും SP പറഞ്ഞു. പാലാ DYSP സദൻ, ഈരാറ്റുപേട്ട SHO സുബ്രഹ്മണ്യൻ PS, SI ജിബിൻ തോമസ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം.